140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ SIRന്റെ ഭാഗമായി ഡ്രാഫ്റ്റ് റോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പട്ടിക അടിസ്ഥാനമാക്കിയാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഇതിൽ ഉൾപ്പെടാത്തവർക്ക് ഹിയറിംഗിലൂടെ അപേക്ഷ നൽകാവുന്നതാണ്. നിങ്ങൾ ഡ്രാഫ്റ്റ് റോളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ലിങ്ക് വഴി നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആകും കാണാൻ സാധിക്കുക. അവിടെ ആദ്യ കോളം സെർച്ച് ബൈ എപ്പിക് നമ്പറാണ്. അതായത് നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ വെച്ചിട്ട് നിങ്ങൾ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തത് സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ മറ്റു വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ പരിശോധിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം എപ്പിക് ഡീറ്റെയിൽസ് വെച്ചിട്ട്, അതായത് തിരിച്ചറിയൽ കാർഡ് നമ്പർ വെച്ചിട്ട്, വോട്ടേഴ്സ് ID കാർഡ് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അതിനായി ആദ്യം സെർച്ച് ബൈ എപ്പിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ട് ലാംഗ്വേജ് എന്ന് കാണും. അതായത് നമ്മളുടെ ഭാഷ മലയാളമാണ്. മലയാളം നമ്മൾ ക്ലിക്ക് ചെയ്തു, ഡൺ കൊടുത്തു. തൊട്ടടുത്തത് നമ്മുടെ എപ്പിക് നമ്പറാണ് അടിക്കേണ്ടത്. നമ്മൾ എപ്പിക് നമ്പർ സെലക്ട് ചെയ്യുന്നു. എൻ്റെ എപ്പിക് നമ്പർ DGC 1260793 എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ് അടിച്ചുകൊടുക്കും, നമ്മുടെ സംസ്ഥാനം അടിച്ചു കൊടുക്കുന്നു, കേരളം. ഡൺ കൊടുക്കുന്നു. നേരെ നമ്മൾ പോകുന്നത്, ഇവിടെ ഒരു കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നമ്പർ അതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്റർ ആണെങ്കിൽ സ്മാൾ ലെറ്ററും അക്കവും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ നമ്പർ F സ്മാൾ ലെറ്റർ ആണ്, DU7SB എന്നതിന് ശേഷം സെർച്ചിൽ ബട്ടണിൽ ഞെക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിൻ്റെ സെർച്ച് റിസൾട്ടാണ് കാണിക്കുന്നത്. നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എപ്പിക് നമ്പറുണ്ട്, പേരുണ്ട്, റിലേറ്റീവിൻ്റെ പേരുണ്ട്, നമ്മളുടെ സ്റ്റേറ്റ് ഉണ്ട്, നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, നമ്മളുടെ നിയമസഭാ മണ്ഡലം, അസംബ്ലി മണ്ഡലം കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ പാർട്ടി നമ്പർ, നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ, ഇവയെല്ലാ വിവരങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എപ്പിക് നമ്പർ വെച്ചിട്ട് നമ്മൾ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ ബോക്സിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ലിസ്റ്റിലുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം. അതിനാദ്യം സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളുടെ സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ്, നമ്മളുടെ ലാംഗ്വേജ് മലയാളമാണ്, മലയാളം സെലക്ട് ചെയ്യുക. തൊട്ടടുത്തതിൽ നമ്മളുടെ പേര് സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് റിലേറ്റീവ്സ് നെയിമാണ്, അതായത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര്, ഫാദർ ആകാം, മദർ ആകാം, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നിങ്ങളുടെ ജനനത്തീയതി കൊടുക്കുക. പിന്നീട് സെലക്ട് യുവർ ഏജ്, നിങ്ങളുടെ പ്രായം കൊടുക്കുക. പിന്നീട് ജെൻഡർ, നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് രേഖപ്പെടുത്തുക. അതിനുശേഷം സെലക്ട് യുവർ ഡിസ്ട്രിക്ട്, നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. സെലക്ട് യുവർ AC, അതായത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ കോഡിലെ അതേ നമ്പർ ഇപ്പുറത്തേക്ക് മാറ്റി ടൈപ്പ് ചെയ്ത് വിടുക. എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യം സെർച്ച് ബൈ മൊബൈൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് യുവർ സ്റ്റേറ്റ്, നമ്മളുടെ സംസ്ഥാനം കേരളം എന്ന സ്ഥലം സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത് സെലക്ട് ലാംഗ്വേജ് ആണ്, നമ്മളുടെ മാതൃഭാഷ മലയാളം എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുന്നു. നേരെ മൊബൈൽ നമ്പറാണ് ഇനി ടൈപ്പ് ചെയ്യേണ്ടത്. 10 അക്കമുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ആ അക്ഷരങ്ങളും അക്കങ്ങളും തൊട്ടടുത്ത ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സെൻഡ് OTP എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും.
മെസ്സേജായി വന്നിട്ടുള്ള OTP നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ നിൽക്കുമ്പോൾ നിങ്ങൾ SIRൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്.